എന്തിനാ കരയണ? എന്തിനാ കരയുന്നേ? എന്താ കരയണ? എന്തിനേ? എന്തിനാ കരയുന്നേ? എന്തി? എന്തിനാ? അയ്യോ 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 അയ്യോ. എന്തേ? കുറച്ച് ദിവസം മുന്നേ നമ്മൾ അണ്ണാൻ കുഞ്ഞിനെ എന്നും വിടുന്നത് പോലെ രാവിലെ വിട്ടതായിരുന്നേ. വൈകിട്ടായപ്പോഴും വന്നില്ല. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നാൽ എന്നും ചോദിക്കുന്ന ചോദ്യം, അണ്ണാൻ വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പിള്ളേർ പറഞ്ഞു വന്നില്ല. എങ്കിൽ നാളെ വരുമായിരിക്കും എന്ന് കരുതി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ വരാതിരുന്നിട്ട് പിറ്റേന്ന് വന്നായിരുന്നു. പക്ഷേ ഇത് പിറ്റേന്നും വന്നില്ല, അതിൻ്റെ പിറ്റേന്നും വന്നില്ല. അങ്ങനെ 4-5 ദിവസം ഇതിനെ കണ്ടതേ ഇല്ല. ഞങ്ങൾ വിചാരിച്ച് പൂച്ചയെങ്ങാൻ പിടിച്ചുകൊണ്ട് പോയോ, അല്ലേ വരാതിരിക്കൂലല്ലോ, എന്തായാലും വരുമെന്ന് ഇങ്ങനെ വിചാരിച്ച് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം എന്നും വന്നുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ വരാതിരിക്കുമ്പോൾ എന്തായാലും അതിനെന്തോ ആപത്ത് സംഭവിച്ചു, അങ്ങനെ തന്നെ കരുതി നമ്മൾ. അങ്ങനെ ഇതിനിടയ്ക്ക് ഇവിടെ വരുന്ന പൂച്ച കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വായിൽ ഇതുപോലെ എന്തോന്ന് കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ അണ്ണാനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആകെ ടെൻഷനായിപ്പോയി. പക്ഷെ നോക്കുമ്പോൾ അതൊരു എലിക്കുട്ടിയായിരുന്നു. അങ്ങനെ കുറേ ദിവസം കാത്തുനിന്നപ്പോൾ ഒരു ദിവസം ഒരു ഞായറാഴ്ച അന്ന് ഞാൻ ലേറ്റ് എഴുന്നേൽക്കാം. പക്ഷേ മക്കൾ ഇന്നും രാവിലെ പോയി നോക്കും മതിലിൻ്റെ അടുത്ത് ഇവർ വരുന്നുണ്ടോ, അണ്ണാനങ്ങാൻ വരുന്നുണ്ടോ എന്ന് വെച്ച് വിളിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ അമ്മേ ഇതാ നമ്മുടെ അണ്ണാൻ കുഞ്ഞിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ സന്തോഷത്തോടു കൂടി അതിനെ എടുത്തുകൊണ്ട് വന്നു. നോക്കുമ്പോൾ അതിന് വാലില്ല. വാലെന്തോ പൂച്ചയെങ്ങാൻ കടിച്ച് കൊണ്ടുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 4-5 ദിവസം അത് ആ വേദന സഹിച്ച് എവിടെയോ പോയിരുന്നു അത് വരാതായത്. അപ്പോഴത് എത്രമാത്രം വേദന സഹിച്ചു എന്ന് ഓർത്തത് നമുക്കും വല്ലാണ്ട് വിഷമമായിപ്പോയി. ശരിക്കും വെച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളെ ആയാലും നമ്മൾ എന്തിനെങ്കിലും പോറ്റി വളർത്തിയാൽ ആപത്ത് വരുന്ന വല്ലാത്ത സങ്കടമാണ്.